നമസ്കാരം കൂട്ടുകാരെ. അവധിക്കാലം അവസാനിക്കാൻ പോവുകയാണ്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും സ്കൂൾ ബെൽ മുഴങ്ങും. പുതിയ ക്ലാസ്, പുതിയ കൂട്ടുകാർ, പുതിയ അധ്യാപകർ എല്ലാം നമ്മളെ കാത്തിരിക്കുന്നു. പക്ഷേ സ്കൂൾ തുറക്കുന്ന ദിവസം രാവിലെ പെട്ടെന്ന് ഓടി നടക്കാതെ ഇപ്പോൾ തന്നെ ചില കാര്യങ്ങൾ തയ്യാറാക്കി വെച്ചാൽ പുതിയ അധ്യയന വർഷം വളരെ സ്മൂത്തായി തുടങ്ങാൻ കഴിയും. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഓരോ വിദ്യാർത്ഥിയും മറക്കാതെ ചെയ്യേണ്ട 10 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടോളൂ. 1. പഴയ ബാഗും പുസ്തകങ്ങളും പരിശോധിക്കുക. ആദ്യമായി നിങ്ങളുടെ സ്കൂൾ ബാഗ് എടുത്തു നോക്കൂ. അതിനുള്ളിൽ പഴയ പേപ്പറുകൾ, ചോക്ലേറ്റ് കവറുകൾ, ഉപയോഗിക്കാത്ത നോട്ടുകൾ എന്നിവയുണ്ടാകാം. എല്ലാം വൃത്തിയാക്കുക. ബാഗിൻ്റെ സിപ്പ് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ, തുന്നൽ പൊട്ടിയിട്ടുണ്ടോ, സ്ട്രാപ്പ് കേടായിട്ടുണ്ടോ, ഇപ്പോൾ തന്നെ പരിശോധിച്ചാൽ പിന്നീട് പ്രശ്നമാകില്ല. 2. സ്റ്റേഷനറി സാധനങ്ങൾ തയ്യാറാക്കുക. പെൻ, പെൻസിൽ, ഇറേസർ, സ്കെയിൽ, ഷാർപ്നർ തുടങ്ങിയവ ഉണ്ടോ എന്ന് നോക്കുക. പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ ഓരോ ചെറിയ സാധനവും അന്വേഷിച്ച് നടക്കേണ്ട അവസ്ഥ വരരുത്. അതിനാൽ ആവശ്യമായവ ഒരു ലിസ്റ്റ് തയ്യാറാക്കി ഇപ്പോൾ തന്നെ വാങ്ങിവെക്കാം. 3. യൂണിഫോം പരിശോധിക്കുക. കഴിഞ്ഞ വർഷത്തെ യൂണിഫോം ഇപ്പോഴും ഫിറ്റാണോ? ബട്ടൺ നഷ്ടമായിട്ടുണ്ടോ? ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടോ? സോക്സ് ഉപയോഗിക്കാൻ പറ്റുന്ന നിലയിലാണോ? ഇവയെല്ലാം സ്കൂൾ തുറക്കുന്ന ദിവസത്തിന് മുൻപ് തന്നെ പരിശോധിക്കുക. 4. ഉറക്ക സമയം ശരിയാക്കുക. അവധിക്കാലത്ത് പലരും രാത്രി വൈകി ഉറങ്ങുകയും രാവിലെ വൈകി എഴുന്നേൽക്കുകയും ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ സ്കൂൾ തുറക്കുമ്പോൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. അതിനാൽ സ്കൂൾ തുറക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഉറക്ക സമയം ക്രമീകരിക്കുക. ഇത് ആദ്യ ദിവസങ്ങളിൽ ക്ഷീണം ഒഴിവാക്കാൻ സഹായിക്കും. 5. പഴയ പഠന വിഷയങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുക. പുസ്തകം തുറക്കാൻ പോലും മനസ്സില്ലെങ്കിൽ വിഷമിക്കേണ്ട. എന്നാൽ കഴിഞ്ഞ വർഷം പഠിപ്പിച്ച പ്രധാന കാര്യങ്ങൾ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഗണിതത്തിലെ അടിസ്ഥാന ഭാഗങ്ങളും ഇംഗ്ലീഷ് ഗ്രാമറും. ഇത് പുതിയ ക്ലാസ് മനസ്സിലാക്കാൻ സഹായിക്കും. 6. ലക്ഷ്യങ്ങൾ എഴുതി വയ്ക്കുക. ഈ വർഷം നിങ്ങൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത്? കൂടുതൽ മാർക്ക്, മികച്ച ഹാജർ, ഒരു പുതിയ കഴിവ് പഠിക്കൽ, അല്ലെങ്കിൽ എല്ലാ പരീക്ഷയിലും മികച്ച പ്രകടനം. ഇവയെല്ലാം ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ലക്ഷ്യമുള്ളപ്പോൾ മുന്നോട്ട് പോകാൻ കൂടുതൽ പ്രചോദനം ലഭിക്കും. 7. മൊബൈൽ ഉപയോഗം കുറയ്ക്കുക. അവധിക്കാലത്ത് മണിക്കൂറുകളോളം ഫോൺ ഉപയോഗിച്ചിരിക്കാം. എന്നാൽ സ്കൂൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മൊബൈൽ ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കുക. അങ്ങനെ പഠനത്തിലേക്ക് വീണ്ടും ശ്രദ്ധ കൊണ്ടുവരാൻ എളുപ്പമാകും. 8. ടൈം ടേബിൾ തയ്യാറാക്കുക. സ്കൂൾ, ഹോംവർക്ക്, കളി, വിശ്രമം എന്നിവയ്ക്ക് സമയം മാറ്റിവെച്ച് ഒരു ലളിതമായ ടൈം ടേബിൾ തയ്യാറാക്കുക. ഇത് സമ്മർദ്ദം കുറയ്ക്കുകയും കാര്യങ്ങൾ സമയത്ത് പൂർത്തിയാക്കാനും സഹായിക്കും. 9. പുതിയ വർഷത്തെ പോസിറ്റീവായി കാണുക. കഴിഞ്ഞ വർഷം ചില തെറ്റുകൾ സംഭവിച്ചിരിക്കാം. മാർക്ക് കുറവായിരിക്കാം, ചില അവസരങ്ങൾ നഷ്ടമായിരിക്കാം. പക്ഷേ പുതിയ അധ്യയന വർഷം ഒരു പുതിയ തുടക്കമാണ്. അതിനാൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകൂ. 10. സുഹൃത്തുക്കളുമായി വീണ്ടും ബന്ധപ്പെടുക. അവധിക്കാലത്ത് അധികം സംസാരിക്കാത്ത സുഹൃത്തുക്കളെ ഒന്ന് വിളിക്കൂ. അവരുടെ അവധിക്കാല വിശേഷങ്ങൾ ചോദിക്കൂ. സ്കൂൾ തുറക്കുമ്പോൾ വീണ്ടും കണ്ടുമുട്ടാനുള്ള സന്തോഷം അതിലൂടെ വർദ്ധിക്കും. അപ്പോൾ കൂട്ടുകാരെ, സ്കൂൾ തുറക്കുന്നതിന് മുൻപ് ഈ 10 കാര്യങ്ങൾ ചെയ്താൽ പുതിയ അധ്യയന വർഷം കൂടുതൽ ക്രമബദ്ധവും സന്തോഷകരവുമാകും. നിങ്ങൾ ഏത് ക്ലാസ്സിലേക്കാണ് പോകുന്നത് എന്ന് കമൻറ്റിൽ പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇനിയും ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കായുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. പുതിയ അധ്യയന വർഷം, പുതിയ സ്വപ്നങ്ങൾ, പുതിയ വിജയങ്ങൾ.